KSCS ചടയമംഗലം യൂണിറ്റിലെ എല്ലാ വർഷവും വളരെ ഗംഭീരമായിട്ട് പൊതുയോഗം സംഘടിപ്പിക്കുകയും ഒരു കൂട്ടായ്മ ഒത്തൊരുമ സംഘടിപ്പിക്കാറുമുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തവും ഏറ്റവും ഡിസിപ്ലിൻ പുലർത്തുന്നതുമായ ഒരു സൈന്യത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം, ഒരുപക്ഷെ അഹങ്കരിക്കാം. ആനന്ദ് ബക്ഷിയുടെ ഒരു ലിറിക്സ് ഉണ്ട്. അടുത്തതായി ഇനി ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ ഒരു കാലത്ത് നമുക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയും അതുപോലെ നമുക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി നമ്മുടെ അതിർത്തിയിൽ ഉൾപ്പെടെ കാവൽഭടന്മാരായി നിന്ന സൈനികരുടെ ഒരു കൂട്ടായ്മയുടെ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. അത് തന്നെ ഏറ്റവും വലിയ അഭിമാനം. നിങ്ങളുടെ ഈ പ്രോഗ്രാമിന് ഭാരവാഹികളെ എന്നെ ആദ്യം ഒന്ന് വിളിച്ചപ്പോൾ സത്യത്തില് വരാൻ കഴിയുന്ന വലിയ പ്രതീക്ഷയല്ല. ഇന്നത്തെ ദിവസം വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷനുകൾ പങ്കെടുക്കേണ്ടി വരുമെങ്കിലും പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഇത്തരം ഫംഗ്ഷനുകൾ നമ്മൾ പങ്കെടുക്കണം. കാരണം പട്ടാളക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ ഒരു പരിധി വരെ എന്റെ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. കണ്ണുകളിൽ കണ്ണുനീർ തോളികൾ നിറഞ്ഞു നിൽക്കുന്നത് പോലെയാണ് ദുഃഖം തളങ്ങി നിൽക്കുന്ന ഈ ഏടിയുടെ വാസിയും. ഇക്കഴിഞ്ഞ കാലയളവിൽ നമ്മളെ വിട്ടുപോയ ഭടന്മാർ, വിമുക്ത ഭടന്മാർ എല്ലാവർക്കും അശ്വഭൂതകൾ നേരാണ്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസിലേക്ക് ചടയമംഗലം യൂണിറ്റ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഏറെ അഭിമാനത്തോടുകൂടിയാണ്. ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് 2019 ചടയമംഗലം യൂണിറ്റ് ഇവിടെ സംജാതമാണ്. ആ രൂപീകരണം മുതൽ തന്നെ നാളിതുവരെയും നമ്മുടെ യൂണിറ്റിന്റെ പ്രവർത്തന മികവ് കൊണ്ട് മാത്രം എല്ലാ അംഗങ്ങളുടെയും ഏകോപനത്തോടു കൂടിയുള്ള പ്രവർത്തന മികവ് കൊണ്ട് മാത്രം ജില്ലയിലും താലൂക്കിലും നമ്പർ 1 സ്ഥാനത്ത് ഇന്ന് നമ്മളാണ് നിൽക്കുന്നതെന്ന് ഏറെ അഭിമാനത്തോടു കൂടി പറയാം. ഞങ്ങൾക്ക് ചടയമംഗലം യൂണിറ്റിന് എക്കാലവും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു നമ്മുടെ താലൂക്ക് പ്രസിഡന്റും കഴിഞ്ഞ സെക്രട്ടറി എല്ലാം നമ്മളെ എല്ലാ ദിവസവും നമ്മളെ ഒരല്പം ബുദ്ധി നോവിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു വിഷയം എന്ന് പറയുന്നത് മഹിളാ വിങ് രൂപീകരണമായിരുന്നു.
അല്ലെങ്കിൽ മഹിളാ വിങ്ങിന്റെ നല്ല രീതിയിൽ താലൂക്കിൽ ഞാൻ സെക്രട്ടറിയായിട്ട് വന്നിട്ട് വളരെ കുറച്ച് സമയമായുള്ളൂ. എങ്കിൽ തന്നെയും എനിക്കൊരു ഒന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റി. കഴിഞ്ഞ 3-4 മാസം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നമ്മുടെ കൊട്ടാരക്കര താലൂക്കിലെ 14 യൂണിറ്റിലെയും എല്ലാ അംഗങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ അവരുടെ എല്ലാം കാര്യങ്ങളിൽ ചെറുതായിട്ടെങ്കിലും എനിക്ക് ഇടപെടാൻ സാധിച്ചു. അതിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ചടയമംഗലം യൂണിറ്റാണ്. കാരണം എന്നേക്കാൾ പ്രായത്തിൽ മൂത്തനാണെങ്കിലും ഒക്കെ നിങ്ങളോട് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പലർക്കും ഒരുപാട് പരാതികളാണ് സൈന്യക്ഷേമ വകുപ്പിനെ സംബന്ധിച്ച് പറയാനുള്ളത്, പ്രത്യേകിച്ചും കൊല്ലം ജില്ലാ സൈന്യക്ഷേമ ഓഫീസിനെ സംബന്ധിച്ച്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ അതീവ സന്തോഷമാണ്. ഞാൻ ഈ കൊല്ലം ജില്ലയിൽ പല താലൂക്ക് ലെവൽ കമ്മിറ്റികളിലും അതുപോലെ തന്നെ യൂണിറ്റ് ലെവൽ കമ്മിറ്റികളൊക്കെ ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ അവിടെ അവയർനെസ് ക്യാമ്പയിനും ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ സൈന്യക്ഷേമ വകുപ്പ് നേരിട്ട് നടത്തുന്ന പല അവയർനെസ് ക്യാമ്പയിനുകളിലൊക്കെ ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ള എന്നുള്ള നിലയിൽ ഈ ചടയമംഗലം യൂണിറ്റിന്റെ ഈ ഒരു സാന്നിധ്യം, പ്രത്യേകിച്ചും ഈ മഹിളാ സാന്നിധ്യം കണ്ട് ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഈ യൂണിറ്റിന്റെ പ്രവർത്തനം എത്രത്തോളം സജീവമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ 5 വർഷമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ യൂണിറ്റ് രൂപീകരിച്ചിട്ട്. ഈ 5 വർഷം കൊണ്ട് ഈ നിലയിലേക്ക് നമ്മുടെ അംഗങ്ങൾക്ക് പ്രചോദനം നൽകി കൊണ്ടുവരാൻ കഴിഞ്ഞുവെങ്കിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് ഈ ചടയമംഗലം യൂണിറ്റ് നൽകുന്നത് എന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കൈപ്പൊക്കണം, ഞാൻ നിർത്തിക്കോളാം. സാർ, ഈ എക്സ് സർവീസസ് ലീഗ് എന്ന സംഘടന 1965 എല്ലാവർക്കും അറിയാം. എന്നെക്കാളും അറിവുള്ളവരാണ് ഈ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും. 1965 കോട്ടയത്ത് നായകൻ സെബാസ്റ്റ്യൻ രൂപീകരിച്ച ഈ സംഘടന ഇന്ന് 59 വർഷമായിട്ട് നമ്മുടെ 14 ജില്ലകളിലും, സംസ്ഥാനത്തുള്ള 14 ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും ഒരു രാഷ്ട്രീയ പാർട്ടികളെക്കാളും നമ്മുടെ ഇവിടെയുള്ള കേരളത്തിലാകട്ടെ കേന്ദ്രത്തിലാകട്ടെ ഒരു രാഷ്ട്രീയ സംഘടന നടത്തുന്നതിനേക്കാളും കൂടുതൽ അംഗങ്ങളെ രൂപീകരിച്ച്, നമ്മുടെ സർവീസിൽ നിന്ന് വന്ന അംഗങ്ങളെ രൂപീകരിച്ച്, അതും എക്സ് സർവീസ് എന്ന് പറയുന്ന ഈ സംഘടനയിൽ നമ്മുടെ ഡിഫൻസിലുള്ളവരെ മാത്രം എടുത്തുകൊണ്ട് നമ്മൾ സംഘടന രൂപീകരിച്ച ഇത് 59 വർഷമായിട്ട് നടന്ന് നല്ല ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിന്റെ മെയിൻ കാരണം യൂണിറ്റ് തലം മുതലുള്ള മേലോട്ടുള്ള പ്രവർത്തനമാണ്. യൂണിറ്റ് തലം മുതൽ നല്ല ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചാലേ താലൂക്കുള്ള പല ജില്ലകളിലും ഈ സംഘടനയ്ക്ക് പ്രവർത്തനമുണ്ട്. അത് ചിലയിടത്തെല്ലാം ബ്ലോക്കായിട്ടും തെക്കൻ ജില്ലകളിലെല്ലാം മാതിരി യൂണിറ്റായിട്ടും നമ്മൾ അറിയപ്പെടും. നമ്മുടെ സദൻ സാറിന് പറഞ്ഞതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇല്ലാത്ത ഒരു സംഘടനാ ശേഷി നമുക്കുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി ആലോചിച്ചാൽ വളരെ എത്രയും പെട്ടെന്ന് ആ ഭാഗത്തെത്തി ആ പരിപാടി വിജയിപ്പിക്കുന്നത്. പരിപാടിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിമുക്തന്മാർക്കുണ്ടാകുന്ന ക്ലേശങ്ങളും അവരോട് സംസ്ഥാന സ്റ്റേറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയും രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ മറ്റ് ജനങ്ങൾക്ക് വേണ്ടിയും വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ബോർഡറിലായാലും മറ്റ് ഇതര ഭാഗങ്ങളിലായാലും വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനവും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനികർ, പട്ടാളക്കാർ, അവരുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഞാൻ ഈ ഒരു സംഗമത്തെ കാണുന്നത്. സഭയുടെ വരികൾ അതിൻ്റെ ഇടയിൽ 2 വാക്കുകൾ മാത്രം. അപ്പൊ ഇവിടെ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചടയമംഗലം യൂണിറ്റിന്റെ ഭാരവാഹികളാണ്. നല്ല കടകടാന്ന് നിൽക്കുന്ന സെക്രട്ടറിയും പ്രസിഡന്റ്, അതിനോടൊപ്പം നിൽക്കുന്ന എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ. അപ്പം ഇവരുടെയൊക്കെ ആ ഒരു പ്രവർത്തന പാരമ്പര്യം അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. ഒപ്പം തന്നെ മംഗളാവിൻ രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനവും ഇപ്പൊ ഇവിടെ മകളുടെ സാന്നിധ്യം കൊണ്ട് മഹനീയമാണ് ഈ വേദി എന്ന് ഞാൻ പറയും. മഹിളാവിൻ ഉണ്ടായിരുന്നു, അതുപോലെ അവർക്ക് ഇപ്പോൾ നല്ല നേതാക്കന്മാരെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാതൃസംഘടനയിലെ എല്ലാവരുടെയും സഹായത്തോടുകൂടി മഹിളാവിന് നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം. അതിന് മാതൃസംഘടനയിലെ എല്ലാവരുടെയും സപ്പോർട്ട് അവർക്കുണ്ടാവണം. ഞങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. അതുപോലെ ഏറ്റവും വേണ്ടുന്നത് മാതൃസംഘടനയുടെ സപ്പോർട്ടാണ്.
ഇപ്പൊ മാതൃസംഘടനയുടെ സ്ട്രെങ്ത് 85 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ഉണ്ട്. ആ സമയം സാറിന് കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശയം. നല്ല രീതിയിൽ നല്ല ഇതായിട്ട് വരികയാണ്. നമ്മുടെ എക്സർവീസ് നമ്മുടെ ജെൻസിനെ കൂടുതലും വനിതകളാണ് കൂടുതലായിട്ട് ഇരിക്കുന്നത്. പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് ആക്റ്റീവായിട്ട് പോകണം. അടുത്ത ഈ കുടുംബ സംഗമത്തിൽ നമ്മൾ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കണം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. സന്തോഷം തോന്നുകയാണെന്ന് ഈ മീറ്റിംഗ് കണ്ടപ്പോൾ. കാരണം നിങ്ങൾ എല്ലാവരും ഇടതുവശത്തോടെ ഒന്ന് ശ്രദ്ധിക്കൂ. ആ വനിതകൾ എത്ര പേരാണ് ഇരിക്കുന്നത്. ഇവിടെ എല്ലാവരും പറഞ്ഞു നമ്മുടെ മഹാവിനി വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നെയാണ് ഞങ്ങൾ ഒരു വനിത മഹാവിനി രൂപീകരിച്ച് എന്നെ പ്രസിഡന്റായിട്ട് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തതാണ്. അതുപോലെ സെക്രട്ടറി മറ്റേ എല്ലാ അംഗങ്ങളെയും സെലക്ട് ചെയ്ത് നിങ്ങളാണ്. ഈ ഒരു പ്രാതിനിധ്യം നമ്മുടെ തുടർന്നുള്ള മീറ്റിംഗിലും നമ്മുടെ എല്ലാ സംഘടനാപരമായ പ്രവർത്തനങ്ങളിലും നന്ദി രേഖപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട നമ്മളെ എസ്ഐ കൊല്ലം ജില്ലാ സെക്രട്ടറി സദൻ സാർ, അതുപോലെ താലൂക്ക് യൂണിയൻ താലൂക്കിന്റെ പ്രസിഡന്റ് ശ്രീ തുളസീധരപിള്ള സാർ, സെക്രട്ടറി അനിൽകുമാർ ദേവകുമാരപിള്ള സാർ, ബാക്കി എല്ലാവർക്കും ഒറ്റവാക്കിൽ തന്നെ ആ മഹിളാ ജില്ലാ പ്രസിഡന്റ് ശ്രീ സുധർമ്മ സത്യം വേണം, അതുപോലെ സെക്രട്ടറി ഷീജ അനിൽ, ബാക്കി നമ്മളുടെ യൂണിറ്റിന്റെ ബഹുമാനപ്പെട്ട മഹിളാവിന്റെ പ്രസിഡന്റ് ശ്രീ ഷീല വേണം, അതുപോലെ പുഷ്പ വേണം, അതുപോലെ ഒരാളുടെ നമ്മൾ ആളോളം വിട്ടുപോയി നമ്മളുടെ ബഹുമാന്യായ കടമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ. ബാക്കി എല്ലാ അംഗങ്ങൾക്കും ഒറ്റ വാക്കിൽ तव जय गाथा